ഏവർക്കും എൻ്റെ പ്രണാമം. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് അവൻ്റെ ഭാവി നിർണ്ണയിക്കുക എന്ന്. നമുക്കെല്ലാം അറിയാം, ഓരോ വ്യക്തികൾ ചേരുന്നതാണ് സമൂഹം. ഈ സമൂഹങ്ങൾ ചേരുന്നത് തന്നെയാണ് ലോകവും. അപ്പോൾ ഓരോ വ്യക്തിയുടെയും സ്വഭാവമാണ് ഈ സമൂഹത്തിലൂടെ പ്രതിഫലിച്ച് കാണുന്നതും ഈ ലോകത്തിലാകെ പ്രതിഫലിക്കുന്നതും. അപ്പോൾ ഓരോ വ്യക്തിയുടെയും സ്വഭാവം തന്നെയാണ് സമൂഹത്തിൻ്റെ അഥവാ ലോകത്തിൻ്റെ ഭാവി നിർണ്ണയിച്ചിരിക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോകത്തിൽ പണ്ടുകാലം മുതലേ തന്നെ പ്രവചനങ്ങൾ ഭാവിയെപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായും സാമൂഹികമായും സാമുദായികമായും ഈ ലോകോപകാരത്തിനായും ഒക്കെ തന്നെ ഭാവി നിർണ്ണയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വേദകാലം മുതൽ തന്നെ ഇത്തരം ഭാവി പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. പുരാണങ്ങൾ പരിശോധിച്ചാൽ ദേവീദേവന്മാർ പോലും പ്രവചിച്ചിരുന്നു. മനുഷ്യന്റെ ഭാവി, ദേവീദേവന്മാരുടെ ഭാവി പോലും നിർണ്ണയിക്കപ്പെട്ടിരുന്നു. നമുക്കറിയാം, നാഡീജ്യോതിഷം, ശിവനാഡി, അഗസ്ത്യനാഡി എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ശിവൻ പാർവതീദേവിയോട് ഈ നാഡീജ്യോതിഷത്തെപ്പറ്റി, അതായത് ഒരു വ്യക്തിയുടെ കർമ്മ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നാഡീജ്യോതിഷത്തെപ്പറ്റി പറയുന്നുണ്ട്. അതാണ് ശിവനാഡി ജ്യോതിഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ അഗസ്ത്യനാഡി എന്നാൽ അഗസ്ത്യമുനി ശിവനാൽ കേൾക്കപ്പെട്ട് എഴുതി താളിയോലകളിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ് എന്നുള്ളതും ആണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ വേദകാലത്തിൽ വേദാംഗ ജ്യോതിഷം ഉണ്ടായിരുന്നു. അസ്ട്രോണമിയെ സംബന്ധിച്ചും മറ്റും അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു അത്. അസ്ട്രോണമി എന്നാൽ ഏവർക്കും അറിയാം, നമ്മുടെ പ്ലാനറ്റ്സിൻ്റെ നിലകളാണ്. അതൊരു ശാസ്ത്രം തന്നെയാണ്. എന്നാൽ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ അഥവാ ശാസ്ത്രലോകം, ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ശാസ്ത്രലോകം ഇതൊരു സ്യൂഡോ സയൻസ് ആയിട്ടാണ് വിശ്വസിക്കുന്നത്. അതായത് ഒരു ഫാൾസ് ശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. സയൻസ് എന്നാൽ അഥവാ ശാസ്ത്രം എന്നാൽ സൈൻഡിയ എന്ന ഒരു പദത്തിൽ നിന്നാണ് സയൻസ് ഉത്ഭവിച്ചിട്ടുള്ളത്. സൈൻഡിയ എന്നാൽ അറിവ് എന്നർത്ഥം. അപ്പോൾ നമുക്കെല്ലാം അറിയാം, വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണ്. അപ്പോൾ ജ്ഞാനം അഥവാ അറിവ് എന്നുള്ളൊരു പദത്തിൽ നിന്ന് തന്നെയാണ് ശാസ്ത്രം എന്ന നിർവചനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പലതരത്തിലുള്ള ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രമുണ്ട്, ആധ്യാത്മിക ശാസ്ത്രമുണ്ട്, സുവോളജി അല്ലെങ്കിൽ ജന്തുശാസ്ത്രം, ബോട്ടണി സസ്യശാസ്ത്രം, പാലിയന്റോളജി, ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വിവിധ തരത്തിലുള്ള ശാസ്ത്ര ശാഖകൾ തന്നെ ധാരാളമായി ഉണ്ട്. അപ്പോൾ ജ്യോതിശാസ്ത്രം ഒരു സയൻസ് അല്ല എന്ന് വാദിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിട്ടും എന്തുകൊണ്ട് ഈ അടുത്ത കാലത്താണ് തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള അറിവ് ശാസ്ത്രലോകത്തിന് ലഭ്യമാകുന്നത്? അതുപോലെ തന്നെ നമുക്ക് നേരത്തെ തന്നെ സുനാമി ആഞ്ഞടിക്കുന്ന ആ അവസ്ഥയിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ ഈ സമൂഹത്തിനെ ഉപകരിക്കും വിധം ശാസ്ത്രലോകത്തിന് എന്തുകൊണ്ടത് നേരത്തെ പ്രവചിക്കാൻ സാധിച്ചില്ല? അതുപോലെ പലതും. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ കണ്ടെത്തുന്നതേയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഓരോ സയൻസിനും ഓരോ ശാസ്ത്രത്തിനും അതിൻ്റേതായ മികവുകളുമുണ്ട്, അതുപോലെ തന്നെ ചില പോരായ്മകളുമുണ്ട് എന്ന് കാണാം. അപ്പോൾ നമ്മൾ ഭാരതീയമായിട്ടുള്ള കണ്ടെത്തലുകളെ പറ്റി നോക്കിയാൽ വേദങ്ങളിൽ, അഥർവവേദത്തിലും ഋഗ്വേദത്തിലും ഒക്കെ തന്നെ എക്ലിപ്സിനെ കുറിച്ച്, അതായത് ഗ്രഹണത്തെക്കുറിച്ച്, രാഹുവിൻ്റെ ഒരു ഇൻഫ്ലുവൻസിനെ പറ്റി ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്.
അപ്പോൾ ആദ്യകാലം മുതൽ തന്നെ ഇത്തരം ശാസ്ത്രീയ സത്യങ്ങൾ വിളിച്ചോതുന്ന അനേക പഠനങ്ങൾ നമ്മുടെ ഭൂമുഖത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു സ്വാത്വിക ജീവിതം നയിക്കുന്ന ഒരു അസ്ട്രോളജറിന് മാത്രമേ കൂടുതലായി പ്രഡിക്ഷൻ സാധ്യമാകൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അല്ലാത്ത ആളുകളുടെ പ്രഡിക്ഷൻസ് ചിലപ്പോൾ തെറ്റിയേക്കാം. എന്നാൽ ഏത് മേഖലകളിലും അങ്ങനെയുള്ള തെറ്റും ശരികളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഈ ശാസ്ത്രീയ സത്യങ്ങളെ ഒന്നും തന്നെ നമുക്ക് അവഗണിക്കാനാവില്ല, വിസ്മരിക്കാനാവില്ല. അപ്പം ഭാവി പ്രവചനങ്ങൾ നടത്തുന്നതിൽ അസ്ട്രോളജിക്ക് വളരെയധികം പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ പ്ലാനറ്റ്സിൻ്റെ നിലയനുസരിച്ചാണ് അസ്ട്രോളജേഴ്സ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുക. അങ്ങനെ ഒരു ഫേമസ് അസ്ട്രോളജർ ആയിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാവുന്ന നോസ്ട്രഡാമസ്. അപ്പോൾ നോസ്ട്രഡാമസ് ഒരു ഫ്രഞ്ചുകാരനായിരുന്നു, ഒരു ഫ്രഞ്ച് ഫിസിഷ്യനായിരുന്നു. അദ്ദേഹം ആദറായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് നമുക്കെല്ലാം അറിയാം, ലെസ് പ്രോഫിറ്റീസ് എന്ന് പറയുന്ന ബുക്ക്. അതിൽ ഏതാണ്ട് 942 ശ്ലോകങ്ങൾ പോയറ്റിക് ഭാഷയിലാണ്, ക്വാട്രൈൻ എന്ന ഫോമിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതായത് 4 വരികളായിട്ട് റൈംസിൻ്റെ രൂപത്തിലാണ്, റൈമിംഗ് വേർഡ്സായിട്ട്, റൈമിംഗ് വരികളായിട്ടാണ് അഥവാ റൈമിംഗ് പോയട്രി ആയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് നമ്മുടെ പല ലോകത്ത് നടന്ന പല വിപ്ലവങ്ങളെപ്പറ്റിയും യുദ്ധങ്ങളെപ്പറ്റിയും ഭാവിയിൽ വരാൻ പോകുന്ന ദൂരവ്യാപകമായി തന്നെ അനേക റിസൾട്ടുകൾ ഉണ്ടാക്കുന്ന പല പല വിഷയങ്ങളെപ്പറ്റിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് തന്നെ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ രാജാവ് ഹെൻറി രണ്ടാമൻ്റെ നിര്യാണം, പിന്നെ നെപ്പോളിയൻ്റെയും ഹിറ്റ്ലറിൻ്റെയും ഒക്കെ റൈസിങ് ഒക്കെ തന്നെ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതാനും ചില പ്രഡിക്ഷൻസ് മാത്രം ചില ടൈമിങ്ങിൽ വ്യത്യാസമുണ്ടായെന്നല്ലാതെ ബാക്കി എല്ലാ കാര്യത്തിലും വളരെയധികം കൃത്യത പാലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അനേകം അസ്ട്രോളജേഴ്സ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഈ ഭാരതഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ ഒരു പ്രഡിക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അതായത് ഹെല്ലനിസ്റ്റിക് അസ്ട്രോളജി എന്ന് പറയുന്ന നമ്മുടെ സോഡിയാക് സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രഡിക്ഷനുകൾ. അതിൽ 12 സയൻസ് ഉണ്ട്. അവ യഥാക്രമം ഏരീസ് മുതൽ തുടങ്ങി പിസസ് വരെ അവസാനിക്കുന്ന സോഡിയാക് സയൻസ്. അതിൽ പറയുന്ന കാര്യങ്ങൾ പലതും നമുക്ക് വളരെ കൃത്യമാണെന്ന് കാണാം. ആ ടൈമിൻ്റെ വേരിയേഷൻസ് അനുസരിച്ച്, അതായത് ഏരീസ്, അത് കഴിഞ്ഞാൽ ടോറസ്, ജെമിനി, ലിയോ, ക്യാൻസർ, ലിബ്ര, സ്കോർപിയോ, സാജിറ്റാറിയസ്, കാപ്രിക്കോൺ, അക്വാറിയസ്, പിന്നെ വീണ്ടും പിസസ് വരെ എത്തി നിൽക്കുന്ന ഈ 12 സോഡിയാക് സയൻസ്. അതിൽ പലരുടെയും സ്വഭാവങ്ങളെ നിർണ്ണയിക്കുന്നു, അവരുടെ ഭാവി പോലും നിർണ്ണയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. നമുക്കറിയാം, ഗ്രീക്ക് അസ്ട്രോളജി, യവനേശ്വരനാണ് ഗ്രീക്ക് അസ്ട്രോളജി പ്രകാരമുള്ള യവന ജാതകം സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദു അസ്ട്രോളജി അഥവാ ഇന്ത്യൻ അസ്ട്രോളജി, റീസെൻ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വേദിക് അസ്ട്രോളജി, എല്ലാം തന്നെ നമ്മുടെ അസ്ട്രോണമിയെ സംബന്ധിച്ചുള്ള ശാസ്ത്രങ്ങൾ തന്നെയാണ്, ശാസ്ത്ര സത്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് നിർണ്ണയിക്കുന്നതിൽ മാത്രം ചില
തെറ്റുകൾ വന്നുകൂടുന്നു എന്ന് മാത്രം. അങ്ങനെ പല പ്രവചനങ്ങളും പല രീതിയിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കൂടുതലായിട്ട് വന്നിട്ടുള്ള സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി, പാമിസ്ട്രി അഥവാ കൈരേഖാശാസ്ത്രം, അങ്ങനെയുള്ള രീതിയിൽ കൂടി പല ഭാവി നിർണ്ണയങ്ങളും നടത്തുന്നുണ്ട്. ഈവൻ വാസ്തുശാസ്ത്രത്തിൽ പോലും ഒരു മനുഷ്യൻ്റെ ഭാവി അവൻ്റെ ഗൃഹത്തിലൂടെ നിർണ്ണയിക്കാൻ സാധിക്കുന്നുണ്ട്. ഫെങ്ഷുയി അഥവാ ചൈനീസ് വാസ്തു പ്രകാരം ചില വസ്തുക്കൾ ചില ഡയറക്ഷനുകളിൽ വെച്ചാൽ നമുക്ക് നമ്മുടെ ഭാവി നിർണ്ണയിക്കാൻ സാധിക്കും. പിന്നെ താമ്പൂല ജ്യോതിഷം, അതുപോലെ വെറ്റില ജ്യോതിഷം, അങ്ങനെ പല തരത്തിലുള്ള മേഖലകളിൽ ഇന്ന് ഭാവി നിർണ്ണയിക്കുന്നു. എല്ലാം തന്നെ നമ്മുടെ മുന്നോട്ടുള്ള ഗതിയെ ഉയർത്താൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും കർമ്മസിദ്ധാന്തം കടന്നു വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ സ്വാത്വികമായി ജീവിതം നയിച്ച് നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും താഴേക്ക് പോകുന്നില്ല. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ ശ്രേഷ്ഠമായ ഒരു ജീവിതം ആ വ്യക്തിക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏതൊരു ഭാവി പ്രവചനം നടത്തുന്നവരും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ വളരെ മുൻപ് തന്നെ നമുക്കുണ്ടായിരുന്നതാണ് തത്തെ കൊണ്ട് കാർഡ് എടുപ്പിക്കുന്ന ഒരു വിദ്യ. എന്നാൽ ഈ വിദ്യ വളരെയധികം ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആ കാർഡിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അവർക്ക് നിർവചിക്കാനാകുമായിരുന്നു. അതുപോലെ തന്നെ ഒരു യൂറോപ്പിൽ അഥവാ 15-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മെത്തേഡാണ് ഭാവി നിർണ്ണയിക്കാൻ ടാരറ്റ് കാർഡുകൾ ഉപയോഗിക്കാവുന്നത്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്താണ് ടാരറ്റ് കാർഡ്, അതെങ്ങനെ നിർണ്ണയിക്കുന്നു എന്നതിനെപ്പറ്റി നമ്മുടെ ഈ വേദി പങ്കിടാൻ എത്തുന്നത് ഇന്ന് നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട പ്രിയങ്കരിയായ തെരേസ മാമാണ്. തെരേസ മാം ഒരു സൈക്കിക് മീഡിയവും ടാരറ്റ് കാർഡ് റീഡറുമാണ്. അവർ പോളണ്ടിലെ ലിത്വാനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് പൊളിറ്റിക്കൽ സയൻസിൽ റിസർച്ചറാണ്. അവർ ഒരു സാമൂഹിക സേവനമായിട്ടും ഈ ഒരു ടാരറ്റ് കാർഡ് റീഡിങ്ങും അതുപോലെ തന്നെ ധാരാളം പേർക്ക് ആശ്വാസമായിട്ട് മരണപ്പെട്ട് വേർപെട്ടു പോകുന്ന ആത്മാക്കളോട് സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തി അനേകർക്ക് സമാശ്വാസം ആകുന്നുണ്ട്. തുടർന്ന് കാണുക. ഏവർക്കും നമസ്കാരം. ഞാൻ തെരേസ, സൈക്കിക് മീഡിയവും ടാരോ കൺസൾട്ടന്റുമാണ്. ആദ്യമായി തന്നെ നിങ്ങളേവരോടും ടാരോ കാർഡുകളെ പറ്റി ഇൻട്രൊഡക്ഷൻ നൽകുന്നതിന് വേണ്ടി ഇൻവിറ്റേഷൻ നൽകിയ ബഹുമാനപ്പെട്ട ശാന്തി ടീച്ചർക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. ശാന്തി ടീച്ചറും ഞാനും തമ്മിൽ നടന്നിരുന്ന സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷന്റെ എക്സ്പീരിയൻസസിനെ പറ്റി ഓൾറെഡി ടീച്ചർ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഒരുപാട് സന്തോഷം നിങ്ങളത് കണ്ടതില്ല. കൂടുതൽ ആളുകളിലേക്ക് ഇത്തരത്തിലെ സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിനെ പറ്റി സംസാരിക്കുവാനും അവയുടെ പ്രാധാന്യത്തിനെ പറ്റി നിങ്ങളേവരിലേക്ക് മനസ്സിലാക്കി നൽകുവാനും തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തുന്ന ഈ ഒരു ശ്രമത്തിന് യൂണിവേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ടാരറ്റ് കാർഡുകൾ എന്നുള്ളതിനെ പറ്റിയാണ്. കേരളത്തിൽ കുറച്ചെങ്കിലും ആളുകൾക്ക് ഇപ്പോൾ ടാരോ കാർഡുകളെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയി വരുന്ന സമയമാണ്. എന്നാൽ പല ആളുകൾക്കും ടാരറ്റ് കാർഡുകൾ ഇപ്പോഴും ഒരു പുതിയ പദം തന്നെയാണ്. അതിനാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ടാരോ കാർഡുകളെ പറ്റിയും അതിന്റെ ഉപയോഗത്തിനെ പറ്റിയും
വിവിധ സാധ്യതകളെ പറ്റിയുമൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ടാരറ്റ് കാർഡുകൾ ഏകദേശം 14-ാം നൂറ്റാണ്ട് മുതൽ തന്നെയും യൂറോപ്പിന്റെയും മറ്റ് വെസ്റ്റേൺ കൺട്രീസിലും ഒക്കെ തന്നെയും അസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം കാർഡുകളാണ്. നമുക്ക് ഇന്ത്യയിൽ വേദിക് ആസ്ട്രോളജി ഉണ്ട്. വെസ്റ്റേൺ കൺട്രീസിലേക്ക് വരുമ്പോൾ അസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻസിന് വേണ്ടി എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലെ വിവിധ ടാരറ്റ് കാർഡുകളാണ്. അപ്പൊ ഈ കാർഡുകളുടെ ഒരു ഡെക്കിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയാം. എന്റെ പേഴ്സണൽ കളക്ഷനിലുള്ള ഡെക്സ് ആണത്. ടാരോ കാർഡിന്റെ ഹിസ്റ്ററിനെ പറ്റി വളരെ ഷോർട്ടായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാര്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വലിയ ഇൻട്രൊഡക്ഷന് നമ്മുടെ ബിജു സാറിന്റെ ചാനലില് ESV പാരാനോർമൽ അതീന്ദ്രിയം എന്ന അദ്ദേഹത്തിന്റെ ചാനലിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂ കൂടെ കാണാൻ സാധിക്കുന്നതാണ്. പറഞ്ഞതുപോലെ ഏകദേശം 14-ാം നൂറ്റാണ്ട് മുതൽ തന്നെയാണ് ടാരോ കാർഡുകൾ അസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻസിന് വേണ്ടി യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലും വെസ്റ്റേൺ കൺട്രീസിലും ഒക്കെ ഉപയോഗിക്കുവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ടാരോക്കി എന്നുള്ള ഒരു പ്രത്യേകമായ ഗെയിം രൂപത്തിലുള്ള കാർഡ്സുകളായിരുന്നു ആദ്യമായി ഉണ്ടായിരുന്നത്. പിന്നീട് അവയെ ഡിവിനിറ്റി പർപ്പസിന് വേണ്ടിയും ഇൻറ്റ്യൂഷൻസിന് വേണ്ടിയും ഗൈഡൻസിന് വേണ്ടിയുമൊക്കെ ഉപയോഗിക്കുവാനായിട്ട് ആളുകൾ ക്രമേണ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. തന്മൂലം ടാരോക്കി എന്നുള്ള ഈ ഒരു പദം ചുരുങ്ങി ടാരറ്റ് എന്നുള്ള വാക്കിലേക്ക് മാറുകയും അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ആ സ്പെസിഫിക് ആയിട്ടുള്ള കാർഡുകൾ ഡിവിനേഷൻ പർപ്പസിന് വേണ്ടിയും ഡിവൈൻ മെസ്സേജ് നൽകുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുവാനായിട്ട് പ്രത്യേകമായിട്ടും കണ്ടുവന്നു. ഇത്തരത്തിൽ 78 കാർഡുകളുള്ള ഒരു ഡെക്കാണ് ഈ ടാരറ്റ് സെറ്റ്. 22 മേജർ അർക്കാന കാർഡും 56 മൈനർ അർക്കാന കാർഡുകളുമാണ് നമ്മുടെ ഒരു ടാരറ്റ് സെറ്റില് ഉള്ളത്. അർക്കാന എന്നുള്ള വാക്ക് തന്നെയും ലാറ്റിൻ വാക്കായ അർക്കനാസിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അർക്കാന എന്നുള്ള വാക്കിന്റെ അർത്ഥം രഹസ്യം എന്നുള്ളതാണ്. തന്മൂലം 22 മേജർ അർക്കാന കാർഡുകൾ എന്ന് പറഞ്ഞാൽ 22 മേജർ രഹസ്യങ്ങളെ സൂചിപ്പിക്കുന്ന ഡിവിനേഷൻ നൽകുന്ന മെസ്സേജ് നൽകുന്ന കാർഡുകൾ എന്നുള്ളതാണ് അർത്ഥം. ബാക്കി വരുന്ന 56 മൈനർ അർക്കാന കാർഡുകൾ 56 മൈനർ ഗൈഡൻസിനെയും അർത്ഥതലങ്ങളെയും സൂചിപ്പിക്കുന്നു. നിങ്ങളീ കാണുന്നത് എന്റെ പേഴ്സണൽ കളക്ഷനിലുള്ള ഒരു മെർമെയ്ഡ് ടാരോ ഡെക്കാണ് ബൈ ലീസ റോബർട്ട്സൺ. പറഞ്ഞതുപോലെ ടോട്ടൽ 78 കാർഡ്സ് ആണ് നമുക്ക് ഇതിലുള്ളത്. അതിൽ 22 മേജർ അർക്കാന കാർഡുകളും 56 മൈനർ അർക്കാന കാർഡുകളുമുണ്ട്. അർക്കാന എന്നുള്ള വാക്കിന്റെ അർത്ഥം രഹസ്യങ്ങൾ എന്നുള്ളതാണ്. കാർഡ് ഞാനൊന്ന് എടുത്ത് കാണിക്കാം. ഓരോ കാർഡിനും അതിന്റേതായ മീനിങ്ങും അർത്ഥതലങ്ങളും ഉണ്ട്. അതിനാൽ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു വ്യക്തി ചോദിക്കുന്നത് നിങ്ങളുടെ കരിയർ എങ്ങനെയാകും, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആകാം, അതല്ലെങ്കിൽ ഫാമിലി ലൈഫ്, മാരേജ്, മറ്റ് എന്തെങ്കിലും ടോപ്പിക്സ് ആകാം. അപ്പോൾ ഇത്തരത്തിലെ ചോദ്യങ്ങൾ വരുമ്പോൾ കാർഡ് ഷഫിൾ ചെയ്തിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാർഡ് ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തി ചോദിക്കുകയാണ്, എനിക്ക് പുതിയൊരു പ്രൊഫഷൻ ലഭിക്കുമോ? അപ്പൊ ഇതൊരു മൈനർ കാർഡാണ്, കിങ് ഓഫ് സോർഡ്സ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ് വളരെയധികം യൂണിവേഴ്സൽ സപ്പോർട്ടോട് കൂടിയ ഒരു മെസ്സേജ് ആണ്. മറ്റൊരു വ്യക്തി ഒരുപക്ഷെ ചോദിക്കുന്നത് എന്റെ ഫാമിലി ലൈഫിനെ പറ്റിയാകാം. അപ്പോൾ ആ വ്യക്തിയുടെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അഗെയിൻ അനദർ ഒരു മൈനർ കാർഡാണ്, 7 ഓഫ് സോർഡ്സ് ആണ്. വളരെയധികം കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുകയും എസ്പെഷ്യലി
ഫാമിലി മെമ്പേഴ്സിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു കോർഡിനേഷൻ കുറെ കൂടെ വർദ്ധിപ്പിക്കാനും ശ്രമിക്കണം. ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ നോക്കണം എന്നുള്ള ഒരു വലിയ മെസ്സേജാണ്. അപ്പൊ ഇത്തരത്തിൽ ഓരോ കാർഡിനും ഓരോ മീനിങ് ഉണ്ട്. ഈ കാർഡുകൾ നമ്മൾ ഷഫിൾ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നത് ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇതിനെ നമ്മൾ അപ്രൈറ്റ് പൊസിഷൻ എന്ന് പറയും. അതേസമയം ഈ കാർഡ് റിവേഴ്സിലാണ് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ ആ കാർഡിനെ റിവേഴ്സ് സ്റ്റേറ്റ് എന്ന് പറയും. അപ്പം അപ്രൈറ്റിലാണെങ്കിൽ അതിന്റെ മീനിങ് വ്യത്യാസമാണ്, റിവേഴ്സിലാണെങ്കിൽ അതിന്റെ മീനിങ് വ്യത്യാസമാണ്. ഓരോ കാർഡുകൾക്കും അതിന്റേതായ ഇമേജ് ഉണ്ട്, അതിന്റേതായ അർത്ഥതലങ്ങളുണ്ട്. അപ്പോൾ കരിയറിനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെസ്സേജ് വ്യത്യാസമാകാം. പേഴ്സണൽ ലൈഫിനെ പറ്റി ചോദിക്കുമ്പോൾ കിട്ടുന്ന മെസ്സേജ് വ്യത്യാസമാകാം. ഈ കാണുന്നത് ഒരു മേജർ അർക്കാന കാർഡാണ്, ജഡ്ജ്മെന്റ് കാർഡ്. ഇത്തരത്തിൽ 22 മേജർ അർക്കാന കാർഡുകളുണ്ട്. ഇതും ഒരു മേജർ അർക്കാന കാർഡാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടാരോ കാർഡുകൾ ഉപയോഗിച്ചുള്ള പ്രഡിക്ഷൻസ് നടത്തുന്നത്. ഷഫിൾ ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. അത് ഓരോ ടാരോ കൺസൾട്ടന്റിന്റെയും അവർക്ക് ലഭിക്കുന്ന ഇൻറ്റ്യൂഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഷഫിൾ ചെയ്യാറുള്ളത്. കൺസൾട്ടേഷന് ഇരിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് സ്വസ്ഥമായിട്ട് മെഡിറ്റേഷൻ മൈൻഡോട് കൂടി പ്രാർത്ഥിക്കുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചു വേണം നമ്മളൊരു കൺസൾട്ടേഷന് വേണ്ടി എപ്പോഴും ഒരു ടാരോ കൺസൾട്ടന്റിനെ സമീപിക്കുവാനായിട്ട്. എങ്കിൽ മാത്രമേ വളരെ സോഫ്റ്റ് ആയിട്ട് സിൻസിയർ ആയിട്ടുള്ള ആ ഒരു പ്രോപ്പർ ഗൈഡൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ ടാരോട്ട് കാർഡുകൾ. ടാരോ കാർഡുകൾ പല ഡിസൈൻസിലും തീംസിലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് മെർമെയ്ഡിന്റെ തീമാണ്. അതുകൂടാതെ തന്നെ ബട്ടർഫ്ലൈസിന്റെ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഡിവൈൻ വെർഷനിലുള്ള ഇമേജസിന്റെ ഡെക്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ ഏഞ്ചൽസിന്റെ ഡെക്സ് ഉണ്ട്. മറ്റ് പല സിംബോളിക് ആയിട്ടുള്ള ഒബ്ജക്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീംസ് ഉണ്ട്. ഫ്ലവേഴ്സിന്റേതാകാം. അങ്ങനെ പലതരത്തിലുള്ള തീംസിന്റെ ടാരോ ഡെക്കുകൾ അവൈലബിൾ ആണ്. ഇനി ചില കേസസിൽ ടാരോ കാർഡിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഓറക്കിൾ കാർഡ്സ് എന്നറിയപ്പെടുന്ന കാർഡുകളും അഡീഷണൽ മെസ്സേജിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഓറക്കിൾ കാർഡ്സും ഓരോ കാർഡിനും അതിന്റേതായ മീനിങ് ഉണ്ട്. ഇത് ഓറക്കിൾ ഓഫ് ദ ഫെയറീസ് ആണ്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ഡെക്കാണിത്. അപ്പൊ ഇവിടെയും നമുക്ക് ഓറക്കിൾ കാർഡ്സ് കാണാം. ഓരോ കാർഡിനും ഓരോ മീനിങ് ആണുള്ളത്, ഓരോ ഇമേജ് ആണ് ഉള്ളത്. അതിനാൽ തന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന മെസ്സേജും വ്യത്യാസമാണ്. ഇത്തരത്തിലാണ് ടാരോ കാർഡ് മുഖേനയുള്ള പ്രഡിക്ഷൻസ് നമ്മൾ നടത്തുന്നത്. ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ടാരോ കാർഡ്സ് വിവിധ തരത്തിലുള്ള പ്രഡിക്ഷൻസിന് വേണ്ടി പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടുവരാറുണ്ട്. ഇപ്പോൾ കേരളത്തിലും ഇത് പ്രസിദ്ധി ആർജിച്ചു വരുന്നതായിട്ട് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും വേദിക് ആസ്ട്രോളജി പോലെ തന്നെ അത്രയും പ്രാധാന്യത്തോടു കൂടിയും സീരിയസ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടുള്ള മെസ്സേജ് ടാരോ കാർഡ് പ്രഡിക്ഷൻസ് മുഖേന നമുക്ക് ലഭിക്കുന്നതാണ്. കാർഡ് റീഡ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഇൻറ്റ്യൂഷൻ പവറും അണ്ടർസ്റ്റാൻഡിംഗ് എബിലിറ്റിയും യൂണിവേഴ്സൽ സപ്പോർട്ടും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് നല്ലൊരു റീഡിംഗ് എപ്പോഴും ലഭ്യമാകുന്നത്. ഇതാണ് ടാരോ കാർഡിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറക്ട്ലി എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ കൺസൾട്ടേഷൻ ഇമെയിൽ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്.
സൈക്കിക് മീഡിയംഷിപ്പ് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും ചുവടെ ചേർത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു റിസർച്ചറും പ്രൊജക്ട് എക്സ്പേർട്ടുമാണ്. തന്മൂലം പലപ്പോഴും കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഡേറ്റ് കിട്ടുക എന്നുള്ളത് കുറച്ച് ചലഞ്ച്ഡ് ആവും. അതിനാൽ ദയവായിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏവർക്കും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുകയാണ്. സ്റ്റേ ബ്ലസ്ഡ് ആൻഡ് സ്റ്റേ ഇൻ ലവ്. ടേക്ക് കെയർ. വിത്ത് ലവ് ഫ്രം ലിത്വേനിയ. Thank you.